ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി വടശ്ശേരി അമ്മച്ചി കിടന്ന കട്ടിലാട്ടെ കിടന്നത്. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരമേ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളതേ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന അമ്മച്ചി കൊട്ടാരം കാണാൻ വേണ്ടിയാണ്. ഇത് വലിയൊരു കാട്ടിനകത്താണ് ഇരിക്കുന്നത്. വഴികളൊക്കെ ഉണ്ടോ, പണ്ട് രാജാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ നമ്മളങ്ങോട്ട് എത്താറായിട്ടുണ്ടേ. ഇതുകൊണ്ട് ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരം. ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ട്, ഒരു അപ്പൂപ്പനാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊക്കെ കയറി കാണാവേ. ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് വിസ്തൃതി കിടക്കണം കേട്ടോ. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരമേ. ഇതുകൊണ്ട് ഈ അപ്പൂപ്പനാണ് ഈ കൊട്ടാരം ഇപ്പോൾ നോക്കുന്നു, ഇവിടെ താമസിക്കുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. ഇവിടെ എല്ലാം തകർന്നു കിടക്കുകയാണേ. അപ്പോൾ ആൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരും. നിയമസഭ അതുകൊണ്ട് നാലുകെട്ടും നടുമുറ്റം ഒക്കെ ആണ്. മൊത്തം കാട് പിടിച്ചിട്ടൊക്കെ കേട്ടോ. ഇതൊക്കെ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് മൊത്തം നശിച്ചു പോവേ. ഇതൊക്കെ ശരിക്കും സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ട സ്ഥലമാണ്. പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ അടിയിൽ തുരങ്കമുണ്ടെന്ന് കേട്ടോ പറയുന്നത്. അതിൽ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് തേങ്ങ പറ്റില്ലേ. ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, ശത്രുക്കളെ കയറി കൊട്ടാരം മുളയുവാണെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. ഇത് അതവിടെ ഡൈനിങ് കളിച്ചാൽ എല്ലാം പൊളിഞ്ഞു പോയി അവിടെ പോകാൻ പറ്റും. ഇവിടെ മരുന്നാണ്. സിനിമ ഷൂട്ടിങ്, ഇതൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഈ പ്രേത സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അടിപൊളി സ്ഥലമല്ലേ. പിന്നെ ഈ കാണുന്ന സ്റ്റിക്കറൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിരിക്കും കേട്ടോ. ഇതെന്നായിരുന്നു ചൂട് കിട്ടാൻ വേണ്ടി വിറകൊക്കെ ഇട്ട് കത്തിച്ചിരുന്ന സ്ഥലം കേട്ടത്. നമ്മൾ വേറെ റൂമിൻ്റെ അകത്തേക്ക് കയറിയേ. ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ, ഉള്ളിരുട്ടാണ്. ഇത് കേട്ടോ, ശില്പം കണ്ടോ, നല്ല രസമില്ലേ. ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള കേട്ടോ. ഇത് കേട്ടോ, ഒരു സ്പ്രിങ്ങിൻ്റെ കട്ടിലാണ്. ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി വടശ്ശേരി അമ്മച്ചി കിടന്ന കട്ടിലാട്ടെ കിടന്നത്. അപ്പോൾ ഈ പേരിലാണ് അമ്മച്ചി കൊട്ടാരം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മച്ചി കൊട്ടാരം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് പരുന്തുംപാറയ്ക്കാണ്. അപ്പോൾ ഇവിടുന്ന് അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ പരുന്തുംപാറയ്ക്ക്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാവേ.